കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബസ്വാഗെ പള്ളിയിൽ കോടതി വിധി നടപ്പിലാക്കാനുള്ള പോലീസ് നടപടി ഇന്നുണ്ടായേക്കും. ഇന്നലെ രാത്രി മുതൽ പള്ളിക്ക് മുന്നിൽ പോലീസ് ക്യാമ്പ് ചെയ്യുകയാണ്. പോലീസ് എത്തിയതോടെ ഗേറ്റ് പൂട്ടി യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളിക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പുളിന്താനം സെന്റ് ജോൺസ് ബസ്വാഗെ പള്ളിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, നിലവിലെ സാഹചര്യം എന്താണ് പള്ളിയുടെ ഭാഗത്തുനിന്ന്? നമുക്കറിയാം, ഇന്നലെ രാത്രിയിലാണ് അപ്രതീക്ഷിതമായി കോതമംഗലം സെന്റ് ജോൺസ് ബസ്വാഗെ പള്ളിയിലേക്ക് പോലീസ് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സമയത്ത് ഈ ഒരു 6 പള്ളികൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധി അടുത്ത കേസ് പരിഗണിക്കുന്ന 8-ാം തീയതിക്ക് മുമ്പ് നടപ്പിലാക്കിക്കൊള്ളാം എന്നൊരു നിലപാട് സർക്കാർ എടുക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പുളിന്താനം പള്ളിയിലേക്ക് ഇന്നലെ രാത്രിയിൽ പോലീസ് അപ്രതീക്ഷിതമായി എത്തുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ ഈ വിവരമറിഞ്ഞ വിശ്വാസികൾ ഇന്നലെ രാത്രി തന്നെ പള്ളിയിലേക്ക് എത്തുകയും പള്ളിയുടെ പ്രധാന കവാടമടക്കം പൂട്ടി അവർ അകത്ത് നിലയുറപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഇപ്പോൾ ആ ഗേറ്റിലടക്കം നോക്കിയാൽ കാണാൻ കഴിയും. അത് മുള്ളുകമ്പികളടക്കം ബന്ധിപ്പിച്ചുകൊണ്ട് പോലീസ് നടപടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാനുള്ള നീക്കം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും കൂടുതൽ പോലീസ് ഇപ്പോൾ രാവിലെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വിശ്വാസികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ പള്ളിക്ക് മുമ്പിലും പള്ളിക്കകത്തുമായി ഇപ്പോഴും നിലയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് പ്രാർത്ഥനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നിരവധി പോലീസുകാർ ഇപ്പോൾ ഈ ഒരു പള്ളിക്ക് മുമ്പിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 9 മണിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റെടുക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണയും ഒരാഴ്ച മുമ്പ് ഈ ഒരു പള്ളി ഏറ്റെടുക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും വലിയൊരു ചെറുത്തുനിൽപ്പാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായത്. സമാനമായി മഴുവന്നൂരിലും അടക്കമുള്ള മറ്റു പള്ളികളിലും ഓടക്കാലി അടക്കമുള്ള പള്ളികളിലും സമാനമായ രീതിയിൽ തന്നെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ചെറുത്തുനിൽപ്പ് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കൂടുതൽ പോലീസ് ഈ ഒരു പള്ളിക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അത്തരത്തിൽ അവരെ പോലീസുകാരെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കൂടുതൽ പോലീസിനെ മറ്റ് വാഹനങ്ങളിലും മറ്റുമായി ഇപ്പോൾ ഈ ഒരു പള്ളിക്ക് മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ഇപ്പോൾ വിശ്വാസികൾ പള്ളിക്ക് അകത്തും തമ്പടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്നലെ നമുക്കറിയാം, യാക്കോബായ മാനേജിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം അടക്കം വ്യക്തമാക്കിയിരുന്നു, സഭാ നേതൃത്വം അടക്കം വ്യക്തമാക്കിയിരുന്നു, പള്ളികൾ പിടിച്ചെടുക്കാൻ വന്നാൽ പ്രതിരോധം തുടരുമെന്നൊരു നിലപാട് തന്നെയാണ് യാക്കോബായ സഭാ നേതൃത്വം സ്വീകരിക്കുന്നത്. ധാർമ്മികമായും നിയമപരമായും പള്ളികൾ നിലനിർത്താനുള്ള പോരാട്ടം തുടരും എന്നൊരു നിലപാട് സ്വാഭാവികമായും സഭാ നേതൃത്വം ഇന്നലെ പ്രമേയത്തിലൂടെ പാസ്സാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. രാത്രി ആദ്യഘട്ടത്തിൽ എത്തിയ പോലീസുകാരോട് പിന്നീട് ഈ വിശ്വാസികൾ പള്ളിക്ക് മുമ്പിലേക്ക് തമ്പടിച്ച ഒരു സാഹചര്യത്തിൽ രാത്രിയിൽ മറ്റ് നടപടികളിലേക്ക് പോകാതെ ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ രാവിലെ കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സ്വാഭാവികമായി ഈ ഒരു നടപടിക്ക് മുമ്പ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ കൂടി പാലിച്ച് മാത്രമേ ഈ പള്ളി ഏറ്റെടുക്കുന്ന നടപടികൾ പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ വിശ്വാസികൾ കൂടുതൽ പേർ ഇപ്പോൾ പള്ളിക്ക് മുമ്പിലേക്ക് എത്തുന്നുണ്ട്. പോലീസ് കടന്നു വരാൻ സാധ്യതയുള്ള ഗേറ്റുകൾ അത് ബന്ധിപ്പിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഇപ്പോൾ പള്ളിക്ക് ഉള്ളിൽ നിലയുറപ്പിച്ചിട്ടുള്ളത്. യാക്കോബായ സഭയുടെ വൈദിക ട്രസ്റ്റ് അടക്കമുള്ള മുതിർന്ന ആളുകളും ഈ ഒരു പള്ളിയുടെ ഇപ്പോൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഈ പള്ളികൾ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കുക എന്നൊരു നിലപാട് ഔദ്യോഗികമായി തന്നെ ഇന്നലെ യാക്കോബായ സഭാ നേതൃത്വം മാനേജിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം അടക്കം പ്രഖ്യാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥ ഇവിടെ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം പോലീസ് ഒരു നടപടിക്ക് തുനിയുമ്പോൾ സ്വാഭാവികമായി ഒരു പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. 6 പള്ളികളുടെ കാര്യത്തിലാണ് ഹൈക്കോടതിയിൽ നിലവിൽ കേസ് ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച വേളയിൽ ഈ 6 പള്ളികളിലും ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഏറ്റെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പോലീസ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും അതിന് പിന്നാലെ ഇന്നലെ രാത്രിയിലോടുകൂടി 8-ാം തീയതി മറ്റന്നാൾ ഇനി ഈ കേസ് പരിഗണിക്കാതിരിക്കുകയാണ്. അതിന് മുമ്പായി തന്നെ ഈ പള്ളികൾ ഏറ്റെടുക്കാനുള്ള ശ്രമമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. സ്വാഭാവികമായുള്ള ചെറുത്തുനിൽപ്പ് യാക്കോബായ സഭാ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കൂടുതൽ വിവരങ്ങളുമായി ചേരുകയായിരുന്നു പുളിന്താനം സെന്റ് ജോൺസ് ബസ്വാഗെ പള്ളിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്.